ആരോഗ്യ മേഖലയിലെ പാളിച്ചകൾ ഉണ്ടാക്കുന്നതും അത് അന്യായമായി വ്രണപ്പെടുത്തുന്നതും ആരോഗ്യമന്ത്രിയെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ്, ഉന്നം വെച്ചുകൊണ്ടാണെന്നാണ് അകത്തും പുറത്തുമുള്ള ഗൂഢാലോചനയുടെ ഭാഗമാണ് ഇതിന് പിന്നിലെന്ന് മന്ത്രി വീണ ജോർജ്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക്. സമയമുണ്ടോ പറയാൻ? എല്ലാവരും വിശന്നിരിക്കുമായിരിക്കും, അതുകൊണ്ട് വിശപ്പുണ്ട്. അതെ, അപ്പം ഞാനൊരു 2 മിനിറ്റിനുള്ളിൽ പറയാം. തീർച്ചയായിട്ടും ഉണ്ട്, അതിൽ സംശയമൊന്നുമില്ല. കാരണം നമുക്കറിയാം, ഈ ഒരു ഘട്ടത്തിൽ നമ്മുടെ ആശുപത്രികളിൽ ആരോഗ്യ കേന്ദ്രങ്ങൾ മുതൽ മെഡിക്കൽ കോളേജുകൾ വരെ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ, ചികിത്സയിൽ ഉണ്ടായിട്ടുള്ള, ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ തന്നെ ആണെങ്കിൽ നമ്മുടെ അവിടുത്തെ ഓങ്കോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ സ്പെക് സ്കാനുകളൊക്കെ. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ മുൻ ആരോഗ്യ വകുപ്പ് മന്ത്രി ബഹുമാന്യനായിട്ടുള്ള സുധീരൻ സാർ അദ്ദേഹം പറയുകയായിരുന്നു, അന്ന് ഒരു റേഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ ഈ രീതിയിലൊരു സ്കാനൊക്കെ തുടങ്ങണം എന്ന് പറയുമ്പോൾ വലിയ വിമുഖത ഉണ്ടായിരുന്നൊരു ഘട്ടമായിരുന്നു. പക്ഷേ ഇന്ന് അവിടെ നമ്മൾ നോക്കുമ്പോൾ ഏത് പ്രൈവറ്റ് ഹോസ്പിറ്റലിനെ അതിനേക്കാളും മികച്ച നിലയിലുള്ള പെറ്റ് സ്കാൻ ആണെങ്കിലും സ്പെക് സ്കാൻ ആണെങ്കിലും മുഴുവൻ ആധുനിക സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ എൻ്റെ കയ്യിൽ 600, എനിക്ക് ആരോഗ്യമന്ത്രി എന്നുള്ള നിലയിൽ ഓൺലൈനായിട്ട് മെയിലിലൂടെയൊക്കെ വന്നിട്ടുള്ളത് 600 പരാതികൾ സ്വകാര്യ മേഖലയെ സംബന്ധിച്ചിട്ടുണ്ട്. അത് നമ്മൾ അന്വേഷണത്തിന് കൊടുക്കും. അപ്പോൾ അന്വേഷണത്തിന് കൊടുത്തിട്ട് മെഡിക്കൽ ബോർഡുകൾ രൂപീകരിച്ച് പിന്നെ പോലീസിലേക്ക് കേസ് പോകുമ്പോൾ പോലീസിന് കൈമാറുക മാത്രമാണ് ആരോഗ്യവകുപ്പിന് അതിൽ ചെയ്യാൻ കഴിയില്ല. പക്ഷേ ആരോഗ്യ മേഖല വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഇത്രയും പ്രവർത്തനങ്ങൾ നടക്കുന്ന ഒരു ഘട്ടത്തിൽ ഇതിനു വേണ്ടിയിട്ടുള്ള അതൊരു പൊതുവിൽ ആരോഗ്യ മേഖല ഇങ്ങനെയാണ് അല്ലെങ്കിൽ മൊത്തം തകർന്നു എന്ന് പറയുമ്പോൾ അതിൽ വളരെ ആസൂത്രിതമായിട്ടുള്ളൊരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ടുണ്ട്. ബാക്കി നമുക്ക് വിശദമായിട്ട് സംസാരിക്കാം. അതിൽ ഒട്ടേറെ ഉദാഹരണങ്ങൾ തന്നെ ചൂണ്ടിക്കാട്ടി പറയാൻ കഴിയും, നമുക്കത് സംസാരിക്കാം.